ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് കരുതുന്നു. മാഷാ അല്ലാഹ് നമ്മളിവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കുന്ന പരിപാടി നിൽക്കുകയാണ് കേട്ടോ. തലേന്ന് പച്ചരി വെള്ളത്തിലിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതും മാത്രമല്ല, മെയിനായിട്ട് ഉഴുന്നൊക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പച്ചരി മാത്രം വെള്ളത്തിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നൂൽപുട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാട്ടോ. മെനക്കേടുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. അതുകൊണ്ട് പിന്നെ കട്ടൻ ചായ കുടിച്ച് രാവിലെ എണീറ്റ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കട്ടൻ ചായ ഇട്ട് കുടിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് മടി പിടിച്ചു കേട്ടോ. പിന്നെ വന്ന് ഇടിയപ്പം ഉണ്ടാക്കാനൊന്നും വയ്യായിരുന്നു. അതുകൊണ്ട് നേരെ തന്നെ പുട്ടിനുള്ള മാവ്, പുട്ടാകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാമല്ലോ. അപ്പം 2 തരം പുട്ടുണ്ടാക്കി കേട്ടോ. ഗോതമ്പ് മാവും അരിമാവും വെച്ചിട്ട്. ഗോതമ്പ് മാവ് വാപ്പാക്ക് വേണ്ടി പുട്ടുണ്ടാക്കി, അരിമാവ് വെച്ചിട്ട് ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കി കേട്ടോ. ഗോതമ്പിൻ്റെ പുട്ട് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചില്ല, അത് കാരണം പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അരിമാവിൻ്റെ പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാപ്പാക്കുള്ള പുട്ടിനുള്ള മാവൊക്കെ നേരത്തെ നല്ല നനച്ച് ഉമ്മച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. മുറ്റം അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് ഉമ്മച്ചി മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗോതമ്പ് മാവ് എങ്ങനെ നനച്ചാലും പറ്റത്തില്ല കേട്ടോ, പെട്ടെന്ന് കട്ട പിടിക്കും. അരിമാവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഈസി ആയിട്ട് നനച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഗോതമ്പ് എനിക്ക് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അതിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ നമ്മളിങ്ങനെ ഓട്ടടയോ ഇലയപ്പോ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ്. ഇന്നും എനിക്ക് പുട്ടുപൊടി, അതായത് ഗോതമ്പിൻ്റെ പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അപ്പോഴത്തേക്ക് ഉമ്മച്ചി അത് നനച്ച് പാകത്തിന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. കറി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നമ്മൾ തലേന്ന് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് അധികമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ ദോശയ്ക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യും. നാളെ ദോശ അപ്പോൾ ആണെങ്കിൽ ഈ സാമ്പാർ അതിനും കൂടി എടുക്കുക. അപ്പോൾ കുറച്ച് ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. പിറ്റേ നമ്മളത് ചൂടാക്കി എടുക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളും അതുപോലെയൊക്കെയാണ് കേട്ടോ. അപ്പം കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായി. ഈ പുട്ടിൻ്റെ കൂടെ സാമ്പാർ എന്താണ് കോമ്പിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഉത്തരവില്ല. ഇവിടെ എന്ത് കാപ്പിയുടെ കൂടെ എന്ത് കറിയും പോകും. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വലിയ പരാതികളൊന്നുമില്ല. ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇടിയപ്പവും ഉരുളക്കിഴങ്ങിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. മടി വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പോഴത്തേക്ക് ഞാനതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പുട്ടാക്കി കേട്ടോ. അപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയാലും വാപ്പ കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ സാമ്പാർ ഇരിപ്പുണ്ടല്ലോ, അത് തന്നെ മതി എല്ലാവരും കഴിക്കുക എന്നുള്ളത് അങ്ങോട്ട് തീരുമാനിച്ചു. പിന്നെ നമുക്ക് നാളെ ഉമ്മായും കൊണ്ട് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് കേട്ടോ, RCCയിൽ. അപ്പോൾ വാപ്പുമ്മ വന്നത് അതിനായിരുന്നു കേട്ടോ. വാപ്പുമ്മയാണ് കുറച്ച് മുന്നേ ഓട്ടോയിൽ വന്നിറങ്ങിയത്. പിന്നെ വാമ്മ വന്നിട്ട് അതേപടി തന്നെ തിരിച്ചു പോയി കേട്ടോ. വാമ്മക്ക് നടുവേദനയൊക്കെയാണ്, നിൽക്കാൻ വയ്യ, അങ്ങ് പോവുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് പിന്നെ വാമ്മയെ തിരിച്ചു കൊണ്ടാക്കിയത്. വന്ന് ഒരു 10-15 മിനിറ്റേ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തന്നെ വാപ്പമ്മ പോയി. ചിലപ്പോൾ നാളെ വരും. പിന്നെ പുള്ളിക്കാരി അറിഞ്ഞില്ല കേട്ടോ. വാപ്പ വിളിച്ചപ്പോഴത്തേക്കും നാളെയാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം, 18-ാം തീയതിയാണ് പോകേണ്ട ദിവസം. അപ്പോൾ പുള്ളിക്കാരിയെ നാളെ വിളിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി കേട്ടോ. തിരിച്ചപ്പോഴത്തന്നെ പോയി. വന്ന ഓട്ടോയിൽ തന്നെ തിരിച്ചു പോയി കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ വാപ്പമ്മയെ തിരിച്ചുണ്ടാക്കി. ഇനി ചിലപ്പോൾ നാളെ വരും. വരുന്നത് പാത്തുവിന് കൂട്ടിനാട്ടോ. പാത്തു ഇങ്ങനെ പാത്തുവിനെ ഇവിടെ ഇരുത്തിയിട്ട്, എൻ്റെ അനിയത്തിയുണ്ട്, എന്നാലും വാപ്പമ്മ ഉണ്ടെങ്കിൽ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാമ്മയുടെ കൂടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനാണ് ഉമ്മായ ചെക്കപ്പിന് കൊണ്ടുപോകുന്നതും. വാപ്പാക്ക് പിന്നെ കയ്യും കാലൊന്നും വയ്യാത്തതൊന്നും കൊണ്ട് ഇവളെന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ചാലോ മുറ്റത്ത് ഇറങ്ങിയാലോ ഒന്നും പിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ വാപ്പമ്മ ഉണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നോളൂ കേട്ടോ. വാമ്മയുടെ കഥയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒരിടത്ത് തന്നെ ഇരുന്നോളും. അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ അനിയത്തി കഴുകിയിട്ടിട്ടുണ്ട്. രാവിലെ ചെറിയ മഴക്കോളിൻ്റെ അതുപോലെയൊക്കെ തോന്നി കേട്ടോ. ഇന്നലെ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. മഴ ഇനിയിപ്പോൾ പെയ്യുമെന്നൊന്നും അറിയത്തില്ല. അടുത്തെവിടേക്കോ നല്ല മഴ പെയ്യുന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോയെന്നോ ഇല്ലയോന്നോ ഒക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് തുണികൾ ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറേ കൂടെ താമസിച്ചപ്പോൾ തന്നെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നേ. തുണി കഴുകുന്ന സമയത്ത് തന്നെ നല്ല വെയിലായി. അത് കഴിഞ്ഞിട്ടൊക്കെ ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് മുന്നേ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം തോരാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ചൂട്ടും കൊതുമ്പും, നമ്മുടെയൊക്കെ നാട്ടിലിങ്ങനെ ഓലയുണ്ടല്ലോ, ഉണങ്ങിയ ഓലയൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അതിന് ഞങ്ങൾ പറയുന്ന ചൂട്ടെന്നൊക്കെയാണ്. അപ്പോൾ ചൂട്ടും
കൊതുമ്പും ഒക്കെ കുറേ ഉണങ്ങിയ മടലും ഒക്കെ താഴെ അയ്യത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അനിയത്തി അതൊക്കെ പറക്കിക്കൊണ്ട് വരികയാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല, വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ കത്താനും പാടല്ലേ. അപ്പോൾ അതിന് മുന്നേയൊക്കെ വെട്ടിപ്പറക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് കളയിലിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാലേ മഴ സമയത്തൊക്കെ നമുക്ക് ചൂട്ടൊക്കെ എടുത്തിട്ട് തീ അരിക്കാനും തീ പിടിപ്പിക്കാനൊക്കെ വളരെ ഈസിയല്ലേ. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ വെട്ടിപ്പറക്കാനായിട്ട്. നമ്മളെ പറങ്കിമാവുണ്ടല്ലോ, അതൊക്കെ ഒരുവിധം ഉണങ്ങി കിടക്കുകയാണ്. നല്ല ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ വെട്ടിപ്പറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം നാശമായി പോകും, നമുക്ക് തീ അരിക്കാനൊന്നും പിന്നെ പറ്റാതെയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കി ഒതുക്കി വെച്ചതിന് ശേഷം വേണം നമുക്കിനി ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അവരൊന്നും ഇപ്പോൾ 2-3 ദിവസം ഇനി ശ്രദ്ധിക്കുന്നുണ്ട്, അവരാരും കമൻറ്റ് ചെയ്യുന്നില്ല. എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല. വീഡിയോ കാണുന്നില്ല, ഇനി കാണുന്നുണ്ടോ, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകുന്നതാണോ, അതോ ഇനി വല്ലപ്പോഴും കമൻറ്റ് ചെയ്താൽ മതിയെന്നാണോ, ഒന്നും അറിയത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ എന്തായാലും കമൻറ്റ്സ് ഇങ്ങനെ സ്ഥിരം ഇടുന്നവരുടെ ഓരോരുത്തരുടെയും പേര് നമ്മളിങ്ങനെ ഓർത്ത് വെക്കുന്നത് കൊണ്ട് ഇന്ന ആൾ ഇന്ന ദിവസം നമുക്ക് വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടില്ലല്ലോ, പുള്ളി കണ്ടോ ഇല്ലയോ, എന്തായിരിക്കും പറ്റിയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പേര്, 2-3 അല്ല, കുറച്ച് പേര് ഇപ്പോൾ കമൻറ്റ് ഇടുന്നതേ ഇല്ല. എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല. അവരുടെ അടുത്താണ് പറയുന്നത്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടെ, അവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് അറിയിക്കാനായിട്ട്. പിന്നെ തുണികൾ കഴുകിയിടലും അതുപോലെ കുറച്ച് വിറകൊക്കെ വെട്ടിപ്പറക്കാനുണ്ടായിരുന്നു. വിറകല്ല, മടലും ചൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അനിയത്തിയും കൂടെ നിന്നാണ് കേട്ടോ ചെയ്തത്. പിന്നെ വീഡിയോയ്ക്ക് എടുക്കുന്നതിന് ആളിന് അത്ര താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എറായൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ സമയത്തൊക്കെ എൻ്റെ മൊബൈൽ ചാർജ് തീർന്നിട്ട് കുത്തിയിട്ടിരിക്കുമായിരുന്നു. ഇവിടെ കൂടെ ഇപ്പോൾ കറണ്ട് പോകുന്നുണ്ടേ, അതുകൊണ്ട് നമുക്ക് ചാർജ് ഒന്നും അങ്ങനെ നിൽക്കുന്നില്ല. അന്നില്ലേലും മൊബൈലിൽ ചാർജ് ഇപ്പോൾ നിൽക്കാറില്ല, വീഡിയോസൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും വീഡിയോ കാണത്തില്ല കേട്ടോ. നമ്മളിനി നാളെ ഹോസ്പിറ്റലിൽ പോകുമല്ലേ, അതുകൊണ്ട് നാളെ ചിലപ്പോൾ മിക്കവാറും വീഡിയോ കാണാൻ ചാൻസ് ഇല്ല. വീഡിയോ കാണത്തില്ല കേട്ടോ. മറ്റു വീഡിയോസൊന്നും ഞാൻ എടുത്തും വെച്ചിട്ടില്ല. അതിന് മുന്നേ എന്തെങ്കിലും എടുത്ത് വെക്കണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എന്താ ചെയ്യുക, മടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് കേട്ടോ. വീഡിയോസൊന്നും എടുത്ത് വെച്ചില്ല. പൊതിച്ചോറിൻ്റെ വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു, പക്ഷേ നടന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നു. അകമൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം കുറച്ച് വെള്ളരിക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വെള്ളരിക്ക, ജ്യൂസ് അടിക്കാൻ പറ്റിയ വെള്ളരിക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് ജ്യൂസ് അടിച്ചിട്ടാ. വെള്ളരിക്ക ജ്യൂസ് അടിക്കുമെന്നൊന്നും ആരും നെറ്റിയൊന്നും ചൊളിക്കണ്ട. വെള്ളരിക്ക സൂപ്പർ സാധനമാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ട് ഐസൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അടിക്കണം. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തൊണ്ടവേദനയൊക്കെ എടുക്കും, അതുകൊണ്ട് ഞാൻ ഐസൊന്നും ഇട്ടില്ല. നല്ല തണുത്ത വെള്ളമൊക്കെ അടിച്ചിട്ട് കുറച്ച് നാരങ്ങാനീരും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മച്ചിയും കുടിച്ചേട്ടാ. അനിയത്തിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് കുറച്ച് അവളൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ വെള്ളരിക്കയൊന്നും കിട്ടിക്കഴിഞ്ഞാൽ കളയൊന്നും വേണ്ട, കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് പഞ്ചസാര, നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അടിച്ച് കുടിച്ചാൽ സൂപ്പറാണ്. വയറ് തണുക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതും കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള ജോലികളിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ, വാളയായിരുന്നു മീൻ. അപ്പോൾ അതൊക്കെ അരപ്പൊക്കെ അരച്ചിട്ട് എല്ലാം റെഡി ആക്കിയിട്ടൊക്കെ വെച്ചിരിക്കുക കേട്ടോ. കുറച്ച് മാങ്ങയും കൂടെ, പുളിക്ക് പകരം കുറച്ച് മാങ്ങയും കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നു മീൻ കറിയിൽ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ ഉമ്മായുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ കുറച്ച് വൺപയർ നമ്മൾ തലേന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഞാനൊന്ന് കുക്കറിലോട്ട് ആക്കിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ റെഡി ആവട്ടെ. അപ്പോഴത്തേക്കും പയറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൺപയറൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിയിട്ട് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഒരുപാട് നേരം വേവാൻ വേണ്ടി വെക്കണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടി. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും കറണ്ട് പോയിട്ട് അതാണ് ഇത്രയും ഇരുട്ട്. നല്ല രീതിയിൽ പിന്നെ നമ്മൾ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഡിലീറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു തുടക്കത്തിൽ, ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നാളെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ പറ്റുമെങ്കിൽ വീഡിയോ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസമേ കാണത്തുള്ളൂ.